ഗസൻ ജനതയ്ക്ക് നേരെ ക്രൂരതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് നടത്തുന്ന ആക്രമണങ്ങളിൽ പുതിയ ഒരു വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായിരിക്കുകയാണ്. അതും സാക്ഷാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗസയിൽ ഹമാസിന്റെ വൈരികളായ ക്രിമിനൽ സംഘങ്ങളെ തങ്ങൾ പിന്തുണച്ചു എന്നാണ് നെതന്യാഹു പറയുന്നത്. ഹമാസിനെതിരെ പോരാടാനാണ് ഈ സായുധ സംഘങ്ങളെ ഉപയോഗിച്ചത് എന്ന് തങ്ങളുടെ ചെയ്തിയെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഗസ മുനമ്പിൽ ചുരുങ്ങിയത് 52 പേരുടെയെങ്കിലും മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് പിന്നാലെയാണ് നെതന്യാഹുവിൻ്റെ ഈ വെളിപ്പെടുത്തൽ. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഉപദേശപ്രകാരം പ്രദേശത്തെ ശക്തരായ പ്രാദേശിക ഗോത്രങ്ങളെ സർക്കാർ സജീവമാക്കി. അവരോ ഏറ്റവും ക്രൂരമായ മനസ്സുള്ളവരും ക്രിമിനലുകളും. ഈ തന്ത്രം പ്രയോഗിക്കുന്നു എന്ന ആരോപണവുമായി മുൻ പ്രതിരോധ മന്ത്രി അവിഗ്ഡോർ ലിബർമാൻ രംഗത്തെത്തി മണിക്കൂറുകൾക്കകമാണ് വ്യാഴാഴ്ച നെതന്യാഹു ആരോപണം സമ്മതിക്കുന്ന വീഡിയോ പ്രസ്താവന എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഇസ്രായേലിന്റെ ഉപരോധത്തിൽ മുഴുവൻ പ്രദേശവും പട്ടിണി കിടക്കുമ്പോൾ അവർക്കെത്തുന്ന സഹായ ട്രക്കുകൾ അതിക്രമിക്കുകയും അതിൽ മോഷണങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് ക്രിമിനൽ സംഘങ്ങൾ ചെയ്തിരുന്നത്. ചെറുതല്ലാത്ത ആക്രമണങ്ങളും ഇവർ നടത്താറുണ്ട്. ഇത്തരം സംഘങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഗസയിൽ ആക്രമണം ശക്തമായി തുടരുന്നതിനിടെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ എന്നതും ശ്രദ്ധേയമാണ്. ഗസയെ ഇസ്രായേൽ കശാപ്പുശാലയാക്കി മാറ്റിയെന്ന് UN മുൻ വക്താവ് ക്രിസ് ഗൺസ് പറഞ്ഞു. നൂറുകണക്കിന് സാധാരണക്കാരെ മൃഗങ്ങളെപ്പോലെ വേലികെട്ടിയ തൊഴുത്തിലേക്ക് തള്ളിവിടുകയും കന്നുകാലികളെപ്പോലെ കൊല്ലുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ 4 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 43 പേർ കൊല്ലപ്പെട്ടിരുന്നു. തെക്കൻ ഗസയിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയത്. ഗസ സിറ്റിയിലെ അൽ അഹാലി ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിലാണ് 4 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത്. തെക്കൻ ഗസയിലെ നാസർ ആശുപത്രിയിൽ 21 പേരുടെ മൃതദേഹങ്ങൾ എത്തിയതായി ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണത്തെ ഹമാസ് അപലപിച്ചു. 8ാം തവണയാണ് ഈ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി keeps everybody happy.